ലേഡി ബർഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നോമ്പിലെ പേർക്ക് നോമ്പ് തുറക്കുമൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനായ അപാര രുചിയുള്ള ഒരു കോക്കനട്ട് റൈസും അതിൻ്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനായ ഒരു സിമ്പിൾ പരിപ്പ് കറിയുമാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് ലഞ്ചിനും ഡിന്നറിനും ഒക്കെ വളരെ ബെസ്റ്റ് ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ കമൻറ്റിനും ലൈക്കിനുമൊക്കെ ഒരുപാട് നന്ദി അറിയിക്കുന്നു. അപ്പോൾ നമുക്ക് 1.5 കപ്പ് കൈമ റൈസ് നമുക്കൊന്ന് കഴുകി ഒരു അരമണിക്കൂറൊന്ന് കുതിരുന്നതിനായിട്ട് മാറ്റി വയ്ക്കാൻ, നല്ല വെള്ളം ഒഴിച്ച്. ഇനി അതുപോലെ പരിപ്പ് കറി തയ്യാറാക്കാനായിട്ട് കുക്കറിലേക്ക് 1/2 കപ്പ് തുവരപ്പരിപ്പ് അത് വൃത്തിയായിട്ട് കഴുകി അതിലേക്ക് 1.5 കപ്പ് വെള്ളം ചേർത്ത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ സവാള അരിഞ്ഞത്, അതുപോലെ ഒരു പിടി ചുവന്നുള്ളി അരിഞ്ഞത്, ഒരു ചെറിയ തക്കാളി അരിഞ്ഞത്, 2-3 പച്ചമുളക് കീറിയത്, 2 തണ്ട് കറിവേപ്പില, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് കുക്കർ അടുപ്പിലേക്ക് വയ്ക്കാം. ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വരെ ഹൈ ഫ്ലെയിമിലും ബാക്കി 2 വിസിൽ ലോ ഫ്ലെയിമിലും വയ്ക്കണം. എന്നിട്ട് നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി കിഴുത്ത പാത്രത്തിലേക്ക് അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് അരിയെല്ലാം തോരുന്നതിനായിട്ട് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഹോൾ സ്പൈസസ് എടുത്തിട്ടുണ്ട്. അതുപോലെ 2 പിടി ചുവന്നുള്ളി അരിഞ്ഞത്, ഒരു 6-7 അല്ലി വെളുത്തുള്ളി ചതച്ചത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, ഒരു 3 പച്ചമുളക് ചതച്ചെടുത്തത്, 2 തണ്ട് കറിവേപ്പില, അതുപോലെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ ഗരം മസാല. ഇപ്പം നമ്മുടെ അരിയെല്ലാം കുതിർന്ന് കഴുകി വാരി ഒരു പ്ലേറ്റിലേക്ക് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ തേങ്ങാപ്പാലാണ്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് തേങ്ങാപ്പാലെന്നുള്ള കണക്കിന് ഒരു വലിയ മുറി തേങ്ങയിലേക്ക് നന്നായിട്ട് ചതച്ച് പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇപ്പം പാൻ നമുക്ക് അടുപ്പിലേക്ക് വെച്ച് അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പം നമ്മൾ എടുത്ത് വെച്ച ഹോൾ സ്പൈസസ് അതിലേക്ക് ചേർക്കാം. ഹോൾ സ്പൈസസ് ചേർത്തൊന്ന് മൂത്ത് വരുമ്പം അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി നമുക്കതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം. ചുവന്നുള്ളി ഒരുവിധം ഒന്ന് വഴന്ന് വരണം. ആ സമയത്ത് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അത്രയും നമുക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം. ഇത് ഒരുവിധം ഒന്ന് നല്ല ബ്രൗൺ കളറാകുന്നത് വരെ വഴറ്റണം. അപ്പം നല്ല ടേസ്റ്റുള്ള ഒരു കോക്കനട്ട് റൈസാണിത്. അപ്പോൾ നമുക്കതിലേക്ക് കറിവേപ്പിലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു പിടി കാഷ്യൂ നട്ട്സാണ് ഞാൻ ചേർക്കുന്നത്. കാഷ്യൂ നട്ട്സ് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ലാസ്റ്റ് പ്രത്യേക എണ്ണയിൽ വറുത്ത് ചേർക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ ചേർക്കുന്നതേ ഉള്ളൂ. കാഷ്യൂ നട്ട്സും കിസ്മിസും ഈ സമയത്ത് ചേർത്താലും ആ റൈസിൻ്റെ കൂടെ ഇത് കിടന്ന് വേകുമ്പം ഒരു നല്ലൊരു ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. ഇത് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ഇത് ഫ്രൈ ചെയ്ത് ചേർത്താൽ മതി. ഇതിപ്പം വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുത്ത് വെച്ചിരുന്ന പെരിഞ്ജീരകപ്പൊടിയും ഗരം മസാലപ്പൊടിയും വീട്ടിൽ തന്നെ നമ്മൾ പൊടിച്ച പൊടികളാണ്. ആ പൊടികളും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി ഇനി നമ്മൾ തോർത്തി എടുത്ത് വെച്ചിരുന്ന അരി, വെള്ളം തോർന്ന് വെച്ചിരിക്കുന്ന അരി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ തേങ്ങാപ്പാൽ നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാകുന്നതിനായിട്ട് വയ്ക്കാം. ഇനി നമുക്ക് അരി ഇതിലേക്ക് ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കണം. അരിയിലെ ജലാംശം എല്ലാം നന്നായിട്ടൊന്ന് മാറി പൊരുവരാന്ന് വരുന്ന ഒരു സമയം വരെ നമ്മളിതൊരു 3 മിനിറ്റോളം 3-4 മിനിറ്റ് നമുക്കിതൊന്ന് വഴറ്റി എടുക്കണം. അപ്പം ഈ ചുവന്നുള്ളി എല്ലാം കൂടെ ചേർത്ത് നല്ലൊരു മണം വരും. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഈ മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ റൈസിന് നല്ലൊരു കളറാണ്. അതുകൊണ്ടാണ് മഞ്ഞൾപ്പൊടി ചേർത്തിരിക്കുന്നത്. മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പൊരുപൊരാന്ന് വരുന്ന ഒരു സമയം വരെ നമ്മളിത് വഴറ്റി കൊടുക്കണം. ഇപ്പം നമ്മുടെ തേങ്ങാപ്പാൽ ഒരുവിധം ഒന്ന് ചൂടായിട്ടുണ്ട്. ആ ചൂടായ തേങ്ങാപ്പാൽ നമുക്ക് ഈ സമയത്ത് അരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങാപ്പാൽ ചൂടുള്ളതായതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഇത് തിളച്ചത്. നമുക്ക് ആ സമയത്ത് പാകത്തിനുള്ള ഉപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം.
ഉപ്പ് അല്പം മുമ്പിട്ട് നിൽക്കുന്നത് പോലെ നമ്മൾ ചേർത്താലേ റൈസ് വെന്ത് വരുമ്പം പാകത്തിനുള്ള ഉപ്പ് അതിന് കാണത്തുള്ളത് കൊണ്ട് ആ പാകം നോക്കി ഉപ്പ് നമ്മൾ ചേർക്കണം. നന്നായിട്ടൊന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് ഇത് മൂടി വയ്ക്കാം. നന്നായിട്ട് ഇത് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ഒന്ന് ഇളക്കി നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് വയ്ക്കാം. അപ്പം നന്നായിട്ടിത് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കൊന്നുകൂടെ ഒന്ന് ഇളക്കി. ഇതിപ്പോൾ ഒരു കുഴഞ്ഞ പരുവത്തിലാണ് ഇരിക്കുന്നത്. ഇനി ലോ ഫ്ലെയിമിലിരുന്ന് പാകത്തിനിത് വെന്ത് കിട്ടും. ഒട്ടും കുഴഞ്ഞു പിടിക്കാതെ നല്ല വെറുവറാന്ന് കിടക്കുന്ന നല്ല റൈസായിട്ട് നമുക്കിത് കിട്ടും. ഇനി നമുക്ക് പരിപ്പ് കറി തയ്യാറാക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കടുക് 1 ടീസ്പൂൺ ചേർക്കാം. 2 നുള്ള് ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും ഒന്ന് പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഒരു 5-6 അല്ലി വെളുത്തുള്ളി, ചെറിയ അല്ലി ആയതുകൊണ്ട് ഒരു 6-7 വെളുത്തുള്ളി അല്ലി എടുക്കാം. അത് ചതച്ചത് ചേർത്തൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമ്മൾ 1 പിടി ചുവന്നുള്ളി അരിഞ്ഞത് ചേർത്ത് മൂപ്പിച്ച് കൊടുക്കണം. ഇതിനൊരുപാട് മസാലകളൊന്നും ആവശ്യമില്ല. ഒരു സിമ്പിൾ പരിപ്പ് കറിയാണ്. പക്ഷേ ഈ കോക്കനട്ട് റൈസിന് ഒരു ബെസ്റ്റ് കോമ്പിനേഷൻ തന്നെയാണ് ഈ പരിപ്പ് കറി. അപ്പോൾ നമ്മൾ ചുവന്നുള്ളി ഒന്ന് മൂത്ത മണം വരുമ്പോഴത്തേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നന്നായിട്ട് ഇത് ഒരു ബ്രൗൺ കളറായി വരണം. അപ്പം നമ്മുടെ പരിപ്പൊക്കെ പാകത്തിന് വെന്ത് ഇരിപ്പുണ്ട്. ചുവന്നുള്ളി നന്നായിട്ട് ഒരു ഇളം ബ്രൗൺ കളറ് ആയി. അതിലേക്ക് ആ സമയത്ത് നമുക്ക് ലോ ഫ്ലെയിം ആക്കിയിട്ട് 1/2 ടീസ്പൂൺ പിരിയൻ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. നല്ലൊരു കളറ് കിട്ടുന്നതിനാണ് പിരിയൻ മുളക് പൊടി ചേർക്കുന്നത്. ഇനി നമുക്ക് വെന്തിരിക്കുന്ന പരിപ്പ് അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1/2 കപ്പ് പരിപ്പിന് 1.5 മുതൽ 2 കപ്പ് വെള്ളം വരെ ചേർക്കാം. കാരണം ഇരുന്ന് കഴിയുമ്പോൾ അല്പം കൂടെ ഇതൊന്ന് കുറുകുന്നത് കൊണ്ട്. അപ്പോൾ പരിപ്പും ചേർത്ത് നമുക്ക് ഉപ്പ് നോക്കാം. പാകത്തിന് ഉപ്പൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം. ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു 2 മിനിറ്റ് കൂടെ മൂടി വെച്ച് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. നിങ്ങൾക്ക് വെള്ളം ഇനിയും വേണമെങ്കിൽ ചൂടുവെള്ളം വേണം ഈ സമയത്ത് ചേർത്ത് കൊടുക്കാൻ. അപ്പം നമുക്ക് പരിപ്പ് കറി മാറ്റി വയ്ക്കാം. അപ്പം നമ്മുടെ റൈസ് എന്തായെന്ന് നമുക്ക് നോക്കാം. അപ്പം നല്ല പെർഫെക്റ്റായിട്ടിത് വെന്തിട്ടുണ്ട്. ഒട്ടും കുഴഞ്ഞു പിടിക്കാതെ നല്ല മയമായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ലൊരു മണമാണ് ഈ തേങ്ങാച്ചോറിന്, കോക്കനട്ട് റൈസിന്. അപ്പോൾ നോമ്പിലൊക്കെ തയ്യാറാക്കാനായിട്ട് വളരെ ഈസിയാണ്. അതുപോലെ നോമ്പ് തുറക്കയ്ക്കും ബെസ്റ്റ് കോമ്പിനേഷനായിട്ട് നമുക്കിത് എടുക്കാം. ഇതിൻ്റെ കൂടെ ഒരു പപ്പടം അല്ലെങ്കിൽ അല്പം അച്ചാർ, ഈ പരിപ്പ് കറിയും കൂടെ ഉണ്ടെങ്കിൽ കുശാലായിട്ട് നമുക്ക് കഴിക്കാം. അപാര രുചിയുള്ള ഈ കോക്കനട്ട് റൈസ് നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ ഇനിയും പുതുരുചികളുമായി നമ്മൾക്ക് വീണ്ടും കാണാം.